പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ഇന്ന് ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ശത്രു വിതച്ച ചില വിത്തുകളെ നാം തിരിച്ചറിയുവാനിടയായി തീരണം. നമ്മുടെ അശ്രദ്ധയിൽ നാം ശ്രദ്ധിക്കാതിരുന്നപ്പോൾ, നാം പ്രതീക്ഷിക്കാതെ ഇരുന്നപ്പോൾ അവൻ കൊണ്ട് വിതച്ച ചില വിത്തുകളെ തിരിച്ചറിഞ്ഞ് ആത്മീകതയോടെ മുൻപോട്ട് പോകുവാനിടയായി തീരണം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 25-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ഗോതമ്പിൻ്റെയും കളയുടെയും ഉപമ പറയുന്നത് വിതയ്ക്കുന്നവൻ്റെ ഉപമ പറയുകയാണ്. അവിടെ വളരെ ശ്രദ്ധേയം യേശു പറയുന്ന പദങ്ങളിലൊന്നാണ്, ശത്രു കൊണ്ട് വിതയ്ക്കുന്ന ചില വിധങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നല്ലതിൻ്റെ കൂടെ തീയതും വളർന്നു വരുവാനിടയായിത്തീരും. പ്രിയരെ, ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിയണം, ചിലർ നമുക്കെതിരെ തിരിഞ്ഞതിൻ്റെ പിന്നിലും, നമുക്കെതിരെ പറഞ്ഞതിൻ്റെ പിന്നിലും, നമുക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തിയതിൻ്റെ പിന്നിലും നാം ശ്രദ്ധയോടെ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ശത്രു കൊണ്ട് ചില കളകളെ വിതച്ചു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കർത്താവേ, എനിക്കെതിരെ ശത്രു വിതച്ച ചില വിതകളെ, ചില കളകളെ എടുത്തു മാറ്റിയിട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം. അതേ, എന്താ ഈ വിതയുടെ പ്രത്യേകത? ഇവിടെ വായിക്കുന്നത് 1-ാമത്തെ പദം കാണുന്നു, മനുഷ്യർ ഉറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉറങ്ങിയിരിക്കുമ്പോൾ, ഉറങ്ങിക്കിടക്കുമ്പോൾ മനുഷ്യരറിയാതെ അവൻ വിതച്ച നല്ല വിതയുടെ, അവൻ പ്രതീക്ഷയോടെ വിതച്ച നല്ല ഫലം വെളിപ്പെടേണ്ടതിനു വേണ്ടി വിതച്ച ഗോതമ്പിൻ്റെ ഇടയിൽ അവൻ പ്രതീക്ഷിക്കാതെ വളർന്നു വരത്തക്ക നിലയിൽ ശത്രു കൊണ്ടുവന്ന് കള വിതയ്ക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് ചില ഭയങ്ങളെ കൊണ്ട് വിതച്ചില്ലേ? വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ പോകുകയാ. അപ്പോഴാണ് പെട്ടെന്ന് ചില അനർത്ഥങ്ങൾ, പെട്ടെന്ന് ചില രോഗങ്ങൾ, പെട്ടെന്ന് ചില പ്രതിസന്ധികൾ കയറി വന്നു. ഹൃദയത്തിനകത്ത് ആരൊക്കെയോ മന്ത്രിച്ചു, ചെവിയിൽ വന്ന് മന്ത്രിച്ചു, ആ രോഗം വന്ന് പലരും തീർന്നുപോയി. അതേ, നീയും തകർന്നു പോകുമെന്നൊക്കെ പറഞ്ഞ് ചില കളകളെ ഇന്ന് ഈ സമയത്ത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു തുടങ്ങുക. ആ കള വിതച്ചതിനെ എടുത്തു മാറ്റിയിട്ട് ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങണം. എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു വിതച്ച കള, എന്നെ തകർക്കാൻ ശത്രു വിതച്ച കളയെ ഞാൻ തിരിച്ചറിയുകയാണ്. ഞാൻ തകരുകയല്ല, യേശു കർത്താവിനാൽ മുൻപോട്ട് പോകുവാനിടയായി തീരും. യേശു അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഉറങ്ങുമ്പോൾ, മനുഷ്യർ ഉറങ്ങുമ്പോൾ, സ്തോത്രം, ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ എന്ത് ചെയ്തു? കള വിതച്ചു കളഞ്ഞു. അടുത്ത പദം പറയുന്നത് ഞാറു വളർന്നു. അതോടൊപ്പം തന്നെ ഞാറു വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. ചെറിയ രീതിയിൽ ഗോതമ്പിന്റെ ഇടയിൽ കൊണ്ട് വിതച്ചതാ, എന്നാൽ അന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ഞാറു വളർന്നു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു, എന്നോ ശത്രു കൊണ്ടെന്ന് ഈ ഗോതമ്പിൻ്റെ ഇടയിൽ, ഞാറിൻ്റെ ഇടയിൽ കള വിതച്ചിട്ട് പോയി കളഞ്ഞു. എന്താ ഇതിൻ്റെ വിഷയം? അത് മറ്റൊന്നുമല്ല, അങ്ങ് വിതച്ച നല്ല വിത്തിനെ അങ്ങ് അനുഭവിച്ചുകൂടാ. അങ്ങ് വിതച്ച നല്ലതിൻ്റെ കൂടെ തീയതും വളർന്നു വന്ന് അതിനെ വെട്ടുമ്പോൾ, അല്ലെങ്കിൽ കൊയ്യാൻ പരുവമാകുമ്പോൾ, നല്ലതിനെ കൊയ്യുമ്പോൾ നല്ലതേതാ അഴുക്കേതാ എന്ന് തിരിച്ചറിയാത്തവണ്ണം അതിൻ്റെ ഇടയിൽ കള വിതയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ലത് ചെയ്തിട്ടും, ചില മനുഷ്യരോട് ചോദിച്ചാൽ നല്ലത് ചെയ്തിട്ടും തിന്മ കേൾക്കേണ്ടി വരുന്നൊരവസ്ഥയില്ലേ? നന്മ ചെയ്തിട്ടും തിന്മ അനുഭവിക്കേണ്ടി വരുന്ന ചില അവസ്ഥകളില്ലേ? ദൈവത്തിന് സ്തോത്രം. ചില കമ്പനികളിൽ ഒറ്റപ്പെടുത്തി കളഞ്ഞ്, ചില ജോലി സാധ്യതകളിൽ ഒറ്റപ്പെടുത്തി കളഞ്ഞ്, സ്തോത്രം, എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും, എത്ര നല്ലതുപോലെ
എത്ര സത്യസന്ധമായി ജോലി ചെയ്തിട്ടും കൂട്ടം കൂടി ആക്രമിക്കുന്നത് പോലെ കള വിതച്ച് തിന്മയായത് പറഞ്ഞുകൊടുത്ത് ജോലി പോലും നഷ്ടപ്പെടുത്തി കളയുന്ന ചില കളകളെ കൊണ്ട് വിതച്ചിട്ടില്ലേ? ഇന്ന് പകൽ തിരിച്ചറിയുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കുക. കർത്താവേ, എനിക്കെതിരെ ശത്രു വിതച്ച ചില വിതകളെ, ചില കളകളെ എടുത്തു മാറ്റിയിട്ട് ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെടുത്തണമെന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്താ പ്രത്യേകത? അതിപ്പോൾ മനസ്സിലാകുന്നില്ല. മുമ്പല്ലുകൊണ്ട് ചിരിച്ചു കാണിക്കുന്നുണ്ട്, എന്നാൽ അകത്ത് നമ്മെക്കുറിച്ച് അപവാദങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കുകയും നമ്മെക്കുറിച്ച് ആവശ്യമില്ലാത്ത കഥകൾ മെനയുകയും ചെയ്യുന്ന ശത്രുവിൻ്റെ ചില സ്തോത്ര പദ്ധതികളെ തിരിച്ചറിയണം. നമ്മെ ചിരിച്ചു കാണിക്കുന്ന എല്ലാവരും സ്നേഹത്തോടെയാണെന്ന് കരുതരുതേ പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ചിലതിനെ തിരിച്ചറിയണം. നമ്മെ സ്നേഹിക്കുന്നു എന്ന് പദത്തിൽ നമ്മുടെ കൂടെ കടന്നു വരുന്ന എല്ലാ വിഷയങ്ങളെയും നാം ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ആരാണ് കള വിതയ്ക്കുന്നത്, ആരാണ് നമുക്കെതിരെ കള വിതച്ച് നമ്മെ തകർക്കാൻ നോക്കുന്നത്, ആരാണ് ഭയങ്ങളെ കൊണ്ടിടുന്നത്. ദൈവത്തിന് സ്തോത്രമെന്ന് സ്തോത്രം തിരിച്ചറിയുവാനിടയായി തീർന്നാൽ കള വളർന്നു വരാനിടയാകാതെ വണ്ണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കണ്ടുണർന്ന് ആ കളയെ നമുക്ക് സ്തോത്രം നശിപ്പിച്ച് കളയാൻ, എടുത്തു കളയുവാനിടയായി തീരും. യേശു വളരെ വ്യക്തമായി പറയുകയാണ്, മനുഷ്യർ ഉറങ്ങുമ്പോഴാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉറക്കങ്ങൾ സ്തോത്രം കൂടുതലായി പോകാതെ ഉറങ്ങുമ്പോഴും ശ്രദ്ധിക്കണം. നാം ഉറങ്ങുമ്പോൾ നമുക്കെതിരെ സ്തോത്രം പദ്ധതികൾ ഒരുക്കുന്ന, നമുക്കെതിരെ ചില ഗൂഢാലോചനകൾ ചെയ്യുന്ന ശത്രു വിതയ്ക്കുന്ന ചില വിത്തുകളെ തിരിച്ചറിയുവാൻ ഈ ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ നാം ഇടയായി തീരണം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ കള വളർന്നു വന്നാൽ വിതയോടൊപ്പം കളയും നല്ലതും ഒരുപോലെ വരുവാനിടയായി തീരണം. ഇന്ന് നമ്മുടെ ഇടയിൽ, നമ്മുടെ ഹൃദയത്തിൽ ചില ഭയങ്ങളെ വിതച്ച, ചില കെണികളെ വിതച്ച, ചില പ്രതിസന്ധികളെ കൊണ്ട് വിതച്ച ശത്രുവിൻ്റെ പോരുകളെ, ചില വിത്തുകളെ തിരിച്ചറിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. അവൻ വിതച്ച ഒരു വിതയും സ്തോത്രം വളർന്നു വരാൻ ഇടയാകരുത്. ദൈവസന്നിധി നീതിയോടും നിഷ്കളങ്കതയോടും മുന്നോട്ട് പോകുവാനിടയായി തീരണം. യേശു അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഇതാ ഇത് ശത്രു ചെയ്തതാകുന്നു. വീട്ടുടയവൻ പറയും, ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനവൻ പറയാ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പ് കൂടെ പിഴുതുപോകും. അതെ, ചിലത് വിതച്ചത് നല്ലത് ആ സമയത്ത് പറിച്ചു കളയാൻ ശ്രമിക്കുമ്പോഴും ചിലത് വിതച്ചത് വളർന്നു വന്നതുകൊണ്ട് നല്ലതും പിഴുതുപോകുന്ന നിലയിൽ വേദനിപ്പിച്ച ചില വേദനകളെ, നല്ലതിൻ്റെ കൂടെ അല്ലാത്തതിനെയും വിതച്ച് നശിപ്പിച്ച് കളഞ്ഞ ചില ശത്രുവിൻ്റെ വിധകളെ എടുത്തു മാറ്റിയിട്ട് അങ്ങയുടെ കുടുംബത്തിനകത്ത്, അങ്ങയുടെ ജോലി സാഹചര്യങ്ങൾക്കകത്ത്, ജോലി സ്ഥലത്ത്, കമ്പനിയിൽ, അങ്ങയുടെ വ്യക്തിപരമായ ലൈഫിനകത്ത് ദൈവപ്രവർത്തിയുടെ മേഖലകൾ ദൈവം തുറന്നു തരാൻ തുടങ്ങുന്നു. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും, കർത്താവേ, ശത്രു കൊണ്ട് വിതച്ച ചില വിധകളെ എനിക്കൊന്ന് തിരിച്ചറിയാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ സമയത്ത് ഈ ദൈവിക സന്ദേശത്തെ തിരിച്ചറിയുക. ശത്രുവിൻ്റെ വിധകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാൻ പരിശുദ്ധ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.